പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പുത്തോട് വ്ലോഗ്സ് എന്ന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മിക്ക ദിവസവും ഉറങ്ങുന്നത് ഈ കാണുന്ന മാടത്തിലാണേ. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ടെൻറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ടെൻറ്റൊക്കെ അടിച്ച് നമ്മളൊരു പാറയിൽ കുക്കിംഗ് ചെയ്തതും ഒക്കെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ മാടത്തിൽ ഇന്ന് ഞാൻ കിടക്കുന്നില്ല. തൊട്ടപ്പുറത്ത് മുമ്പ് ഞാനൊരു മാടം വെച്ചിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് ഞാൻ കാടൊക്കെ വെട്ടി തെളിച്ച് അവിടെ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ടെൻറ്റൊക്കെ അടിച്ചിട്ട് തണ്ണിപ്പാറ എന്ന് പറയുന്ന പാറയിൽ പോയിട്ട് ഞാൻ കുക്കിങ്ങൊക്കെ ചെയ്തൊരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ ഇന്ന് കുക്കിങ്ങൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും നമുക്കിന്ന് ടെൻ്റ് അടിച്ച് ടെൻറ്റിനകത്തുള്ള ഉറക്കവും അതുപോലെ ടെൻറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കാഴ്ചകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പറമ്പിൽ തന്നെയാണ്. എന്താണ്, നമ്മൾ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോയി ടെൻ്റ് അടിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ചെറിയ സ്ഥലത്ത് നിന്ന് നമുക്കൊരു തുടക്കം തുടങ്ങാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് ഇതിനകത്ത് ഉറങ്ങുന്നില്ല. നമ്മൾ പുറത്ത് അവിടെയാണ്, തൊട്ട് മുകളിലാണ് നമ്മൾ പോയി താമസിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മാട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്ന് വെട്ടി ക്ലീൻ ആക്കണം. പിന്നെ ടെൻ്റ് ഇരിക്കാൻ കണക്കിന് നിരപ്പാർന്നൊരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ കാറ്റാണ്, എത്രത്തോളം സക്സസ് ആകുമെന്ന് അറിയത്തില്ല. എല്ലാം ഓരോ ശ്രമങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത്ത് പുത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്തായാലും ഈ ഒരു മാടത്തിൽ ഞാൻ താമസിക്കുന്നില്ല. അതുമല്ല, ഭയങ്കര കാറ്റുമാണ്. കാറ്റുള്ള സമയത്ത് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് എനിക്കും അറിയത്തില്ല. എന്നിരുന്നാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം ഒരു 3:30 ആയിട്ടുണ്ട്. 3:30 ആയപ്പോഴുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. പണ്ട് എനിക്കൊരു മാടം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. അവിടെ തൊട്ടടുത്ത് ഇവിടെ ചെറിയൊരു നിരപ്പുണ്ട് ഈ വാഴയുടെ മൂട് വശത്ത്. ഈ ഒരു വശത്താണ് ഞാൻ ഈ ടെൻ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ പന്തലിരുന്ന സ്ഥലത്ത് നല്ലൊരു സ്ഥലമായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ കുറേ കാച്ചിലൊക്കെ നട്ടു കേട്ടോ. അപ്പം അവിടെ അതിനെ ഇനി വെട്ടിപ്പൊളിക്കുന്നത് ശരിയല്ല. അപ്പോൾ അതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടത്തിനെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം രാത്രി എന്തായാലും ഉറക്കമെല്ലാം ഈ കാണുന്ന ഭാഗത്താക്കി ഉറങ്ങണം. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഒടുക്കത്തെ കാറ്റ്. ഇത് ചെറിയൊരു സാമ്പിൾ മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള കാറ്റിൻ്റെ. ഇവിടുത്തെ ഭയങ്കരമായിട്ടുള്ള കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്കാറ്റ്, പാണ്ടിക്കാറ്റ്, പിന്നെ വടക്കൻ കാറ്റ്, അങ്ങനെ ഒരുപാട് കാറ്റുകളുണ്ട്. അതാ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. ഭയങ്കര കാറ്റാണ് ഇവിടെ എല്ലാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി എങ്ങനെ തുടങ്ങാൻ പോവുകയാണെ. ഈ ഒരു സ്ഥലം ഇതിനെയാണ് വെട്ടി ക്ലീൻ ചെയ്തെടുക്കുന്നത്. സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ട, ഇത്രയും ഞാനിപ്പം വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ടേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും സ്ഥലത്തിൻ്റെ ആവശ്യമേ ഉള്ളൂന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് സൈഡും കൂടെയൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് വയ്ക്കാം. തെളിച്ച് വച്ചതിന് ശേഷം ഇതൊക്കെ ഒന്ന് അടിപൊളിയാക്കി വെട്ടി നിരപ്പാക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അതിൻ്റെ പരിപാടികൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തെടുക്കാൻ ആരുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ സ്ഥലമൊന്നും ഞാൻ സെറ്റാക്കി എടുക്കുന്നില്ലേ. ഒരു ടെൻറ്റിന് ഇരിക്കാൻ കണക്കിനുള്ള സ്ഥലം മാത്രം ഒന്ന് വെട്ടി നിരത്തി ക്ലിയറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നേരം മുമ്പ് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. അതിനെ ഞാനങ്ങനെ വെട്ടി അടിപൊളിയാക്കി നിരപ്പാക്കിയിട്ടുണ്ടേ. ഇത് കണ്ട, ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ടെൻറ്റ് സെറ്റ് ചെയ്യണം. മുമ്പ് ഇവിടെയായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെയാണ് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വാഴയും അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് തൊട്ട് താഴെയാണ് നമ്മളെ വീടും പറമ്പും ഒക്കെ തൊട്ട് താഴെയാണ്. ഇത് പറമ്പാണ്, ഇതിൻ്റെ തൊട്ടും താഴെയും പറമ്പുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ വാഴപ്പണയാണ്. അപ്പോൾ വാഴപ്പണയ്ക്കകത്താണ് ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ഒരു ടെൻ്റ് അടി അത് വീടിനടുത്തുള്ള ഈ ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ളൊരാഗ്രഹം. അതിൻ്റെ പുറത്താണ് ഇവിടെ ഒന്ന് നമ്മാടിയെ കൊണ്ട് വെട്ടി ഇത്ര നിരപ്പൊക്കെ ആക്കിയിട്ട് ഇവിടെ ഞാനിങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് വേറെ എവിടെയെങ്കിലും കാടിനുള്ളിൽ പാറയിലൊക്കെ പോയി ഒറ്റയ്ക്ക് രാത്രി സ്റ്റേ അടിച്ച് കിടക്കണം, അതൊക്കെയാണ് പ്ലാന്. ഇന്ന് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ടെൻറ്റ് സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി എന്ന് പറയണത്. കാരണം കാറ്റാണ്, എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തായാലും നോക്കാം. കുറച്ച് സമയം ഇങ്ങനെ മണ്ണൊക്കെ കിട്ടിയപ്പോൾ ചെറുതായിട്ടൊന്ന് ക്ഷീണമായി. അപ്പോൾ ഞാനങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ വീട്ടിലാണ് കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് ടെൻ്റ് എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് വെട്ടുമ്പോൾ നല്ല താമസമാകുമെന്ന്. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ടെൻ്റ് എടുത്തുകൊണ്ട് വരണം. ടെൻ്റ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ ടെൻറ്റിനെ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹെൽപ്പിനൊന്നും ആരും കാണത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ വർക്കും ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ടെൻറ്റ് കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യണം. പിന്നെ അടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് കുറച്ച് വിറക് എന്തായാലും സെറ്റ് ചെയ്യണം. കാരണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുറച്ച് കാച്ചിലായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കൂടെയാണ് ഇപ്പം ഈ കാട്ടുപോത്തും പിന്നെ വ്ളാവും അങ്ങനെ മൃഗങ്ങളൊക്കെ ഇറങ്ങിപ്പോണത്. അപ്പോൾ ഇപ്പം നടക്കുന്ന താരയിലാണ് ഞാൻ ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം തീയൊക്കെ ഇട്ട് കിടക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ സ്റ്റേ സ്ഥലം എന്ന് പറയുന്നത് ഇന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് ഞാൻ പ്ലാൻ ചെയ്ത മുറയ്ക്ക് തന്നെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ഞാനിങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തായാലും വിട്ട് പുറകോട്ട് പോകണത് ഇത്തിരി എനിക്ക് പാടുള്ള കാര്യമാണ്. അതെങ്ങനെയെങ്കിലും നമ്മളത് ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നോക്കുകയാണ് കേട്ടോ. നമ്മുടെ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ പാട് പിടിച്ചൊരു സാധനം വേറെ ഒന്നുമില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഒറ്റയ്ക്ക് ഇത് സെറ്റ് ചെയ്യാൻ പാടാണ് കേട്ടോ, നല്ല പാടാണ്. ഒന്നാമത് നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇപ്പം, എല്ലാം കൊണ്ടും നല്ല പാടാണ് സുഹൃത്തുക്കളെ. സൈഡിലെ കമ്പ് ഞാൻ സെറ്റാക്കി, കമ്പല്ല എന്നെ പോളെന്നാണ് പറയുന്നത് കേട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത സൈഡിലെ സെറ്റാക്കാൻ പോവുകയാണ്. പിന്നെ നമ്മുടെ പറമ്പായപ്പോൾ ആരും ചോദിക്കാൻ പറയാനും വരില്ല, നീ ഇവിടെ എത്ര കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ചോദിക്കും. ഈ സ്ഥലം കുറേ മെകളിൽ വരെ നമ്മളെയാണ്. ഞാൻ അടുത്ത ടാസ്ക് സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഇത് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഈ കാറ്റത്ത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. സെറ്റായി കഴിഞ്ഞാൽ എല്ലാവരോടും നന്ദി പറയുകയാണ്, അതോടൊപ്പം നിങ്ങളോടും. അപ്പം ഈ സംഭവം ഇത്ര സെറ്റ് ചെയ്തെടുക്കാനുണ്ടല്ലോ, ഒറ്റയ്ക്ക് ടാസ്ക് എന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. ചെറിയൊരു സമാധാനം ഇപ്പോഴാണ് കിട്ടിയത്. പോയാൽ പോക്കാണ്. ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തതിൻ്റെയൊക്കെ നേരത്തെ ഉണ്ടല്ലോ, എൻ്റെ പുറകാണ്, എൻ്റെ ബാക്ക് ഭാഗമാണ് കൂടുതലായിട്ട് കണ്ടത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതേ പണി കാണുന്ന പോകുന്നുണ്ട് സംഭവം. ഞാൻ വെട്ടിയതും
ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പരമ്പതിനകത്ത് കിടക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെട്ടിയ സ്ഥലവും ടെൻറ്റും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം ഒരു അരയടിയുടെ അരയല്ല ഒരു 1/2 മീറ്റർ ദൂരം കൂടെ വെട്ടിയൊന്ന് സ്പേസ് വരുത്തിയെങ്കിൽ കറക്റ്റ് തിരുന്നതിനകത്ത്. ഇപ്പോൾ ഒരുമാതിരിയാണ് തിരിക്കുന്നത്. എന്തായാലും ഇതിനകത്തുനിന്ന് കിടന്നേ പറ്റുള്ളൂ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്ന മോശമല്ലേ. ഇതിനകത്ത് തന്നെ കിടക്കലും ഉറങ്ങലൊക്കെ ഇന്ന് ഇതിനകത്ത് തന്നെയാണ്. പക്ഷേ ഇനി ഇത് പോകാതെ സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ. അടുത്ത ടാസ്കിനി അതാണ്. കാറ്റടിച്ച് പോകാതെ ഉള്ള എന്തെങ്കിലും വർക്ക് നോക്കണം. വൈകുന്നേരത്തൊരു കാലാവസ്ഥയാണ് ഈ കാണുന്നത്. ഭയങ്കര കാറ്റ് കേട്ടാ. എനിക്കൊരു ഉറപ്പില്ല ഈ ഒരു ടെൻറ്റ് ഇവിടെ ഇരിക്കുമെന്ന്. ഇതാണ്ട ഭയങ്കര കാറ്റ്. അപ്പോൾ മൊത്തം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ നമ്മൾ കിടക്കുന്ന ഭാഗത്ത് തുറക്കുന്ന സ്ഥലമുണ്ടല്ലോ ടെൻറ്റിൻ്റെ, ഈ ഭാഗത്ത് തുറന്നിട്ട് അകത്ത് എൻ്റെ പരമ്പും എടുത്തിട്ട് ഒരു കല്ലും പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും സംഭവം ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത് എനിക്ക് കുറച്ച് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ശകലം വിറവെടുത്ത് ഇവിടെയെങ്കിലും ഇടണം. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കുറച്ചൊന്ന് വിറവെടുത്തിടണം. അതിന് ശേഷം സീറ്റ് അടിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണം കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടൊരു സമയമാകുമ്പം ഞാൻ എന്തായാലും ഇനി ഇതിനകത്തോട്ട് വരും കേട്ടോ. വന്നിട്ട് ഇതിനകത്ത് നമുക്കടുത്ത ഉറക്കവും പരമ്പ് വിരിക്കലും പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ആഹാരമൊക്കെ കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഉള്ളൊരു ബാക്കി വൈകുന്നേരത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 4:45 ആ ഒരു സമയമായിട്ടുണ്ട്. സമയം ഏകദേശം രാത്രി ഒരു 7:45 ആയിട്ടുണ്ട്. ഞാൻ പതിയെ നമ്മൾ നേരത്തെ നമ്മുടെ ടെൻ്റ് ഉണ്ടല്ലോ, ടെൻ്റ് വെച്ച സ്ഥലത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ലൈറ്റ് അടിച്ച് ഇങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ലൈറ്റ് അടിക്കുന്നുള്ളൂ. ഇതുപോലെ ദൂരത്തേക്കൊക്കെ ഇങ്ങനെ ലൈറ്റ് അടിക്കണം. ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ലൈറ്റ് അടിച്ച് ദൂരം കൊണ്ടേ നോക്കി വേണം നമ്മൾ എവിടെ പോയാലും പോകാനായിട്ട്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാവൊക്കെ പോകുന്ന താരയിലാണേ ഞാൻ ഇന്ന് ടെൻറ്റ് കൊണ്ട് വെച്ചത്. ഇവിടെ നേരെ കയറി പോയിട്ട് ആദ്യം എൻ്റെ ടെൻ്റ് എടുക്കണം. ടെൻ്റല്ല, എൻ്റെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം. അങ്ങനെ ഈ ഒരു ഷീറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. പന്തലിൽ വന്നിട്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുത്തേ. ബാക്കി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുകയാണ്. എന്തായാലും ഇവിടെ കിടക്കട്ടെ. നമ്മളത് അങ്ങുണ്ടല്ലോ, ആ മരം കാണുന്നതിൻ്റെ അങ്ങ് മേളിലാണ് നമ്മുടെ ടെൻറ്റ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് നമ്മുടെ പോക്ക്. കുറേ നാളായി ഇങ്ങനെ വെട്ടിയൊന്നും ഇടാതെ ഇങ്ങനെ ഇട്ടിരിക്കും. റബ്ബറുണ്ട് ഇതിനകത്ത് കുറച്ച്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ വാഴയും ഉണ്ട്, വാഴപ്പണയ്ക്ക് അരികിൽ. അങ്ങനെ നടന്ന് നമ്മുടെ ടെൻറ്റ് അവിടെ ഉണ്ടെങ്കിൽ ഭാഗ്യം. ഓ ദൈവ ഭാഗ്യം കേട്ടോ. സംഭവം ഇവിടെ ഉണ്ട്. വിഷയം ടെൻ്റുണ്ട് സുഹൃത്തുക്കളെ, ടെൻ്റുണ്ട്. ആകുമ്പോൾ എന്തായാലും ദൈവം കാത്തു. ടെൻറ്റിനൊന്നും പറ്റിയില്ല കേട്ടാ. കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് 4 കല്ല് ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ആദ്യം ഒന്ന് ടെൻ്റ് ഒന്ന് തുറന്ന് നോക്കാം. ടെൻ്റേ വാ ടെൻ്റേ, ഒറ്റയ്ക്ക് തുറക്കാൻ അല്പപ്പോൾ. അടിപൊളി. ഇതാ ഇതിനകത്ത് ഞാൻ പിടിച്ച് വെച്ചേണ്ട ഒരു മുട്ടൻ കല്ല് കേട്ടാ. ഈ കല്ലാണ് പിടിച്ച് വെച്ചത് ഞാൻ, അല്ലെങ്കിൽ ടെൻറ്റുകളായി പോവും. ഇനി ഇതൊക്കെ മാറ്റി 4 സൈഡിലെ കല്ലെന്തായാലും അവിടെ ഇരിക്കട്ടെ. എന്തായാലും നമുക്ക് ഇതിനകത്ത് കിടക്കണം. അപ്പോൾ ഫുള്ള് ഇരുട്ടാണ്, കാണിച്ചു തരാം. ഇതാ ഇവിടെ കൂടെ തൊട്ടടുത്തുകൂടെയാണ് കേട്ടോ ഒരു വഴി. ഇങ്ങോട്ടൊക്കെ കണ്ടോ, ഫുള്ള് ഇരുട്ടാണ്. ഇവിടെ കുറച്ച് നമ്മൾ നേരത്തെ കണ്ടല്ലോ ആ ഒരു സ്ഥലം തന്നെയാണ്. അതായത് ഇവിടെ ഒരു വാഴമൂടുണ്ട്. വാഴമൂട്ടിലാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. അങ്ങനെ 4 സൈഡിൽ ഇതാ ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 കല്ല് വെച്ചിട്ടുണ്ട്. സംഭവം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കണ്ടല്ലോ ഇവിടുത്തെ കാറ്റും ഇവിടുത്തെ അവസ്ഥകളും. അങ്ങനെ കാറ്റൊക്കെ ആയതുകൊണ്ട് കല്ല് വയ്ക്കാതെ ടെൻ്റ് ഇരിക്കില്ല. അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമൊന്നുമല്ല ഈ ഒരു ടെൻറ്റ്. അത് കാണിച്ചു തരാം. അതാ ഈ സൈഡൊക്കെ കണ്ടോ കീറി. ആർക്കെങ്കിലും ഒരു നല്ലൊരു ടെൻറ്റ് മേടിച്ച് തരാൻ പറ്റുമെങ്കിൽ ഒന്ന് മേടിച്ച് തന്നാൽ അത്രയ്ക്ക് ഒരു സഹായമായേനെ കേട്ടോ. മേടിച്ച് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് മേടിച്ച് തരിക. അപ്പോൾ ഇതാ ഇത്രയും സെറ്റപ്പാണ് ഇതിനകത്തുള്ളത്. ഇതാ പരമ്പ് ഇവിടെ കിടപ്പുണ്ട്. വിചാരിച്ചതുപോലെ ഇളവിയൊന്നും പോയില്ല, കല്ലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മൃഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം പുറത്ത് നല്ല തീ കൂട്ടണം കേട്ടോ. ഇവിടെ കാച്ചു കേട്ടോ. ഇതിനെയൊക്കെ വന്ന് മ്ലാവൊക്കെ കടിച്ചു തിന്നു. അതാണ്ട് ഇതുവഴിയാണ് മ്ലാവൊക്കെ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ അടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തീയൊക്കെ ഇടണം. അപ്പം
നേരത്തെ എനിക്ക് വിറക് എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരം സമയത്ത് സീറ്റ് അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയം വിറകെടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇനി കാടിനകത്ത് പോയി വിറകൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കണ്ട ഈ ഒരു പാറയുടെ ഈ വശത്തായിട്ട് ചെറുതായിട്ടൊന്ന് തീ കൂട്ടണം ഈ ഒരു ഭാഗത്ത്. അപ്പം ചെറിയൊരു ഇത് കിട്ടും. അപ്പം കേട്ടാ, എന്നിട്ട് നമുക്കിന്ന് രാത്രി നമ്മുടെ ടെൻറ്റിൽ തന്നെ സ്റ്റേ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വിറകൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഗൈസ്, നമ്മളങ്ങനെ തീ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. തീ ഇവിടെ കുറച്ച് കത്തിച്ചേ, ബാക്കി എല്ലാം കൂടെ ഒന്ന് നടത്തി. കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റ്. എൻ്റെ ടെൻ്റൊക്കെ കത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ തീയടിച്ച് കത്തിച്ചിട്ടിട്ടുണ്ട്. ഈ തീയൊക്കെ ഇങ്ങനെ ഇട്ടാലേ ഈ മൃഗങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത കുറയും. അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഇങ്ങനെ തീയിട്ടിരിക്കുന്നത്. ടെൻ്റ് ഇതാ ഇതിനകത്താണ്. ആഹാ, ടെൻ്റ്, നമ്മുടെ ബാഗ്, കല്ലുകൾ, കൂടാരങ്ങൾ, തീതാ ഇവിടെ. ഈ നല്ല കത്തണ കേട്ടാ. ചെറിയൊരു തീയുടെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എല്ലാം പണിപാളി സുഹൃത്തുക്കളെ. അങ്ങനെ തീയും കൂട്ടി തീയും കാഞ്ഞ് ടെൻറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര രസമാണ്. നല്ല കാറ്റുമുണ്ട്. ഈ കാറ്റുള്ളത് കൊണ്ട് ടെൻറ്റിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ തീ വരുന്നുണ്ട് കേട്ടോ. കാറ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെ വിറകുകളൊക്കെ പെട്ടെന്നങ്ങ് ഉണങ്ങും. അതുപോലെ തന്നെ തീ കത്തി അറിയാമല്ലോ, പെട്ടെന്നങ്ങ് ഒരുപാട് ഇങ്ങനെ തീ കത്തും. അങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസമാധാനമുള്ളൊരു ഫീലാണ് ഇങ്ങനെ തീയൊക്കെ കൂട്ടി ഇങ്ങനെ ടെൻറ്റിനകത്ത് ഇങ്ങനെ ഇരിക്കാനും. ഇനി അടുത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി കിടന്നൊന്ന് ഉറങ്ങണം. പറഞ്ഞായിട്ട് ചുടുമ്പോൾ പോലും ഇത്ര തീ കയറില്ല. ഭയങ്കര തീ കേട്ടാ, ഒരുപാട് തീ ആയിപ്പോയി കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഒരു പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ വേണ്ടി. ടെൻറ്റും തീയും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കാറ്റാണ് നമുക്കൊരു സുരക്ഷിതമല്ലാത്തൊരു സംഭവം. എന്തായാലും കൊള്ളാം. മനസ്സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. വണ്ടിയുടെയും മറ്റ് ഒച്ചകളൊന്നും ഇല്ലാതെ കാട്ടിനുള്ളിലെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഇതിപ്പോൾ വീടിന് തൊട്ടടുത്താണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇത് എല്ലാം എന്താണ്, ഓരോ ശ്രമങ്ങളല്ലേ. നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ തീ ശരിക്കും ഇപ്പോൾ അണഞ്ഞേ, കണ്ട ഈ ഭാഗത്തുണ്ട് തീ അണഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊരു തീ എപ്പോഴും ഇരിക്കുന്നത് നല്ലതാണ്. സമയം എന്താ 8:59. 8:59. ഞാൻ സമയം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. സമയം അപ്പോൾ ഒരു 8:50 ആവുള്ളേ. എൻ്റെ സമയം അങ്ങനെയാണ്, ഞാൻ സമയം കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇതാ ഇവിടെ കണ്ട, ഇവിടെ എനിക്ക് റേഞ്ച് ഉണ്ട്. പക്ഷേ ഇത് ഒന്നും വരത്തൊന്നുമില്ല. യൂട്യൂബ് അങ്ങനെയൊന്നും അപ്ലോഡൊക്കെ ചെയ്യാൻ ഞാൻ വേറൊരു സ്ഥലത്താണ് പോണത്. അപ്പോൾ ഇവിടെ റേഞ്ചൊന്നുമില്ല. BSNL ആണ്. ഇടയ്ക്ക് സ്പീഡുണ്ട്, ഇപ്പോൾ സ്പീഡൊന്നുമില്ല. അപ്പോൾ ഇത് ഇവിടേക്ക് വന്നിരുന്നാണ് ഞാൻ നിങ്ങൾ അയക്കുന്ന ഓരോ കമൻറ്റുകൾക്ക് റിപ്ലൈ ഒക്കെ തരുന്നത്. ഒക്കെ ഇവിടെ വരും. പിന്നെ കാട്ടിനകത്തൊക്കെ പോയിരിക്കും. സമയം 9 മണിയായേ. ഇനി വീട്ടിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എനിക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. അമ്മ തരുവാണെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ തേഞ്ഞ അവസ്ഥയാണ്. തീയും ടെൻ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു സുരക്ഷിതമല്ല. ഇവിടെ കൂടെ തൊട്ട് മേളിൽ ഇവിടെ ആനയൊക്കെ വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം റിസ്ക്കാണ്. എന്നാലും ഞാൻ കിടക്കും. പിന്നെ ലൈറ്റ്, നല്ല വെട്ടമുള്ള ലൈറ്റ് വേണം. അപ്പോൾ ഇനി താഴെ വീട്ടിൽ പോയിട്ട് എനിക്കുള്ള ആഹാരം എടുക്കണം. ആഹാരം എടുത്ത് വെള്ളവും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം എനിക്ക് ഈ ഒരു ടെൻറ്റിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാവേ. പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ടേ. ആഹാരം എടുക്കാൻ പോകാൻ പറ്റും, പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ടെൻ്റൊക്കെ ഇവിടെ വച്ചിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ പോയി കഴിച്ചിട്ട് വരാവേ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിക്കുന്നത് അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എന്തായാലും കഴിച്ചിട്ട് വന്നതിന് ശേഷം ഇവിടെ ഒന്ന് നിശബ്ദമായിട്ട് നിൽക്കാം കേട്ടോ. താഴെ അവിടെയാണ് വീട് കേട്ടോ. ഇവിടെ ഇങ്ങനെ റബ്ബർ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു കാട്ടു വഴിയുണ്ട്. ഇവിടെ താരയെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ കൂടെ ഒരു ഇങ്ങനെ വഴിയുണ്ട്. ഇവിടെ കൂടെയാണ് പ്ലാവ് ഇറങ്ങി വന്നിട്ട് കണ്ട ഇവിടെ കിടന്ന് ഈ കാച്ചിലിൻ്റെ ഇതെല്ലാം തിന്ന് കേട്ടോ.
സമയം രാത്രി ഒരു 9:45 ആയിട്ടുണ്ടേ. ഇവിടുത്തെ ശബ്ദം എന്തായാലും ഞാൻ കേൾപ്പിച്ചു തരാവേ. ലൈറ്റാണ് ചോദിക്കുവാണേ. ഒരു വണ്ടിയുടെ ഒന്നിൻ്റെ ഒച്ചപ്പാടില്ല, ഇവിടുത്തെ ആ ഒരു ശബ്ദം മാത്രം. സുഹൃത്തുക്കളെ, എന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്താണ്ട ഒരു ബെഡ്ഷീറ്റും ഒരു പരമ്പും. അപ്പോൾ ഇവിടെയാണ് കേട്ടോ എൻ്റെ കിടക്കലും ഉറങ്ങലും എല്ലാം ഇന്ന് രാത്രി ഇതിനകത്താണ്. അപ്പോൾ ഇനിയിപ്പോൾ ചിലർ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്ത് നിന്ന് വെളിയിൽ എവിടെയെങ്കിലും ആയിരിക്കും പോയി കിടക്കുന്നത്, അല്ലെങ്കിൽ താഴെ വീട്ടിലായിരിക്കുന്നു. അല്ല, ഇതിനകത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റ് ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ പുറത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ധൈര്യം എന്ന് പറയാൻ വേണ്ടി ഇതാ ഒറ്റൊരു കത്തി മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ എടുത്ത് മിക്കപ്പോഴും ഞാൻ കിടക്കുമ്പോൾ ഇതങ്ങനെ വയ്ക്കൂല, ചിലപ്പോഴും ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും കേട്ടോ, ഈ ഒരു കത്തി. അപ്പോൾ അതൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാതെ ഒന്നുമില്ല, ചെറിയൊരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ നല്ല കാറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ കാടിൻ്റെ ശബ്ദങ്ങളുണ്ട്. തൊട്ട് മുകളിലൂടെ താര വഴിയാണ്, ഒരു പിടുത്തമില്ല. ചിലരെങ്കിലും വിചാരിക്കും എനിക്കിങ്ങനെയൊക്കെ ചെയ്യാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ചില വട്ടായിരിക്കും. പക്ഷെ വട്ടൊന്നുമല്ല, ഒരു എക്സ്പീരിയൻസ് അത്ര മാത്രമേ ഉള്ളൂ. കുറച്ച് നമ്മൾ മണ്ണൊക്കെ വെട്ടി ഇവിടെ അങ്ങനെ ഒന്ന് നമ്മുടെ ടെൻറ്റ് ഇത്രയും ദിവസം മേടിച്ച് വെച്ചിട്ട് ഒരു നൈറ്റ് ക്യാമ്പിങ് പോലെ ഇങ്ങനെ വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരുപോലത്തെ വീഡിയോസൊക്കെ അല്ലേ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിന് ചെറിയൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇനി രാവിലെ എണീറ്റിട്ട് നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അത്തരം കാഴ്ചകൾ കാണിച്ചു തരാം. അതുപോലെ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. സമയം രാത്രി ഒരു 1:30 എൻ്റെ ഒപ്പോ ഒരു പിടുത്തമില്ല. ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. തീയെ കളഞ്ഞ കേട്ടോ, ശോകാവസ്ഥ. തീയണഞ്ഞ് നല്ല തണുക്കുകയും ചെയ്യും കേട്ടോ. കാടൊക്കെ അടിച്ച് നോക്കാം. അമ്പോ നല്ല തണുപ്പ്. കുറച്ച് കാട്ടിലൂടെ സഞ്ചരിച്ച് നോക്കാം കുറച്ച് സമയം. കാടല്ല, ഇത് വിളയാണ്. നമുക്കിവിടെ ഇറങ്ങി ലൈറ്റൊക്കെ ഒന്ന് അടിച്ച് നോക്കാം. നല്ല തണുപ്പ് കേട്ടോ. രാത്രി ഇറങ്ങി ലൈറ്റ് അടിക്കുകയാണ് കേട്ടോ ഞാൻ. ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞില്ലേ, ഒരു 1 മണിയൊക്കെ ആയി. ഇവിടെ മാടമുണ്ട്, അവിടെ കുറച്ച് നല്ല കാറ്റെന്ന് വെച്ച് ഇന്ന് ഭയങ്കര കാറ്റ് കേട്ടാ. കുറച്ച് ഉറങ്ങി, അവിടെ കിടന്ന് കുറച്ച് ഉറങ്ങി. ഇപ്പം ഞാൻ താഴെ ഇറങ്ങിക്കുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെയും കയറി കിടക്കണം. ഇനി എന്തായാലും രാവിലെ ആയിരിക്കും കേട്ടോ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എണീക്കുന്നത്. രാത്രി നല്ല ഉറക്കമൊക്കെ ആയിരുന്നേ. സമയം എന്താ, രാവിലെ ആയി. എളുപ്പാങ്കാലം 6:20 തീയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. 6:20 ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. വെളുപ്പിനുള്ള സൂര്യനൊന്നും ഉദിച്ചിട്ടില്ല ഈ ഒരു സമയത്ത്. കണ്ട, നല്ല കാറ്റാണ്. കണ്ട, ഭയങ്കര കാറ്റാണ്. ഇന്നലെ രാത്രിയുള്ള ഉറക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയണ്ടത്, അടിപൊളിയോ അല്ല എന്നാൽ അടിപൊളിയോ ആണ്. അങ്ങനത്തെ ഒരു അവസ്ഥ. രാവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, മഴയാണോ വേനലാണോ എന്നുള്ള ഒരു പിടുത്തവും ഇല്ല. കാറ്റുണ്ട്, ഭയങ്കരമായിട്ടുള്ള കാറ്റുണ്ട്. വെയിലടിച്ച് വരുമ്പോഴേ എന്തായാലും അടുത്ത് വെയിലടിക്കുന്നതിൻ്റെ ഒരു വിഷ്വലും കൂടെ കാണിക്കാം. ഇതാ നമ്മുടെ ടെൻറ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ ഈ പണയിൽ നമ്മുടെ ടെൻറ്റും അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ മോർണിംഗിൻ്റെ സൗണ്ടൊക്കെ നിങ്ങളൊന്ന് കേട്ടോ. ഇപ്പോൾ രാവിലെ സൂര്യനെ കുതിച്ച് വരുന്നുണ്ട്. സമയം ഒരു 8 മണി അടുപ്പിച്ചാകുന്നുണ്ട്, ഒരു 7:45. അപ്പോൾ രാവിലത്തെ ഒരു കാലാവസ്ഥ ഇതാണ്. നമ്മുടെ ടെൻ്റ് അടിച്ച സ്ഥലത്തു നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇതാണ്.
അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം അഴിച്ച് പെറുക്കിയിട്ട് ഞാൻ പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഇതാ നമ്മുടെ ടെൻറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി മൊത്തം ഇതിനെ അഴിച്ചിറക്കണം. എന്നിട്ട് നമുക്കിനി വീട്ടിലേക്ക് പോകണം. ഇന്നലെ രാത്രി ഞാൻ കൊണ്ടുവന്ന പരമ്പൊക്കെ മടക്കി എടുക്കട്ടെ കടിയെ. പരമ്പ് മടക്കി പരമ്പിന് ഇവിടെ ഇടാം. അതിനുശേഷം ലൈറ്റ് കിടക്കുന്നു. ലൈറ്റ് എടുത്തു, ഫോണെടുത്തു, എല്ലാം കൊണ്ടും ഇതെല്ലാം എടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നലെ രാത്രിയത്തെ ടെൻ്റടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഒടുക്കത്തെ കാറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇപ്പോൾ ഉറക്കമല്ല ഇതിനകത്തായിരുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട്. ഇപ്പോൾ ശരിക്കും തണുപ്പ്, ചുമയൊക്കെ പിടിച്ചു ഇന്നലെ രാത്രി ഇതിനകത്ത് കിടന്നിട്ട്. അയ്യോ, ഇത് മൊത്തം ഓട്ടായി, കീഴി പതിയൊക്കെ കഴിക്കുക. പിന്നെ ഉള്ളതിൽ വെച്ചിന് ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങാൻ പറ്റി. വേറെ മൃഗങ്ങൾ ഒന്നും ഭാഗ്യത്തിന് ഇന്നലെ രാത്രി ഇവിടെ വന്നില്ല. രാവിലത്തെ നല്ല തണുപ്പും. രാവിലെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് എനിക്ക് കാണുമ്പോൾ മലയൊന്നും കാണാൻ പറ്റത്തില്ല. മുമ്പ് നമ്മൾ ഈ റബ്ബറൊക്കെ നടുന്നതിന് മുമ്പ് ഇവിടുന്ന് നല്ല മലയും ഒക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. രാവിലെ എണീറ്റിരുന്നിട്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിലും നല്ല എപ്പിസോഡുകൾ വരും. വീഡിയോസ് കാണുക എല്ലാവരും. ഇതൊരു കുഞ്ഞൊരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ ഇങ്ങനെ ടെൻ്റ് അടിച്ച് ഇവിടെ കിടന്നതുമാണ്. അപ്പോൾ ഇനി ഈ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതുപോലെ ടെൻ്റ് ചെയ്ത് കിടക്കാമെന്നൊരു ചെറിയൊരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് ഇടുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ അതെല്ലാം ഉറപ്പായിട്ടും കമൻ്റായിട്ട് ഇടുക. കാരണം വേറൊരു സ്ഥലത്ത് പോയി ചെയ്യുന്നത് പോലൊരു ഇതെനിക്ക് വരത്തില്ല ഇവിടെ ഒന്ന് ചെയ്യുമ്പോൾ. എന്നാലും ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെട്ടി ക്ലീൻ ചെയ്ത് ഇവിടെ എന്തായാലും ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റി. അത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് അഴിച്ചെടുക്കാൻ പോവുകയാണ് ടെൻ്റ്. ഇന്നലെ രാത്രിനകത്ത് കുറേ കല്ലൊക്കെ എടുത്ത് വെച്ചാണ് കാറ്റടിച്ച് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാം അടിച്ചു വാക്കി ഇനി എടുക്കണം. കംപ്ലൈൻ്റ് ആയി കേട്ടോ. അതുകൊണ്ട് നേരെ വണ്ണം ഇതിനെ ചുരുട്ടി എടുക്കാനൊന്നും പറ്റില്ല. കണക്കിന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഈ പോളുണ്ട്, പോളിങ്ങനെ മുടക്കിയെടുക്കും. ഇത് എളുപ്പമാണ്. പക്ഷേ ഇത് നോക്കാനും നടക്കാനും ഒക്കെയാണ് ഭയങ്കര പാട്. ഒറ്റയ്ക്കാണെങ്കിൽ സെറ്റ് ചെയ്യണ്ട. എല്ലാം മുടക്കിയെടുത്തു. അങ്ങനെ വാഴപ്പണയിൽ ടെൻ്റ് അടിച്ചിട്ടുള്ള നമ്മുടെ ഉറക്കം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു വീഡിയോയും അങ്ങനെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കാം. എല്ലാവരും എക്സ്പീരിയൻസുകളാണല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ വേറെ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ എന്തായാലും രാവിലെ ഉറക്കക്ഷീണത്തെ എണീറ്റ് നിന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയൊരു മടിയുണ്ട്. പക്ഷേ എന്തിരുന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഉറക്കമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കം ഇവിടെ ആയില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ എല്ലാവരും കൂടെ ഉണ്ടാകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടി രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.